ഹായ്, എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്തുക്കുട്ടിച്ചായൻ. ഞാനിന്ന് നമ്മുടെ കദളിക്കാട് നമ്മുടെ പുതിയ നേഴ്സറിയുടെ അടുത്ത് ഒരു വീട്ടിൽ വന്നതാണ്. വന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു പ്രത്യേകതയുള്ളൊരു ചെടിയുണ്ട്, അത് കാണിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ അവിടെ വന്നു. ആ ചെടി നിങ്ങളെയും ഞാൻ പരിചയപ്പെടുത്താം. ഇവിടെ ഇമ്പാലിയിൽ മാത്യു ചേട്ടൻ്റെ വീട്ടിലാണ് വന്നേക്കുന്നത്. പേര് ലൈസ മാത്യു. അവരുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ചെടിയാണ്. അവരിത് അവിടുന്ന് കൊണ്ടുവന്നൊരു ചെടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കൊരു സമയം മോശമായപ്പോൾ ഇതിൻ്റെ പൂവെല്ലാം കഴിഞ്ഞു. ഇത് നവംബർ ഡിസംബർ തൊട്ട് നിറച്ച് പൂവുണ്ടാവും. ഒരു ചെറിയ മണത്തോടു കൂടി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വളരെ രസമാണ്. എന്നെ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചതാണ്, പക്ഷേ ഞാനത് വരാൻ സമയം കിട്ടിയില്ല. ഈ ചെടി കാണാൻ ഇപ്പോൾ ഒരു 1-2 കൊല പൂവ് ഉള്ളെങ്കിലും കാണാൻ വളരെ ഭംഗിയാണ്. ഞാൻ ഈ വീട്ടിലെ അവരെ വിളിച്ചിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. മത്സരം ഇങ്ങോട്ടോ, ഇങ്ങോട്ടോ. ഈ ചെടിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞത് ഇവിടുന്ന് കൊണ്ടുവന്നത്? ഇത് കോട്ടയത്ത് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പറഞ്ഞതല്ലേ? ഇത് എത്ര നാളായി കാണും ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് 3 വർഷമായുള്ളൂ. 3 വർഷമായല്ലേ? 3 വർഷമായിട്ട് പെട്ടെന്ന് ഈ ചെടി 1.5 വർഷം കൊണ്ട് പൂത്തു അല്ലേ? 1.5 വർഷം കൊണ്ട് പൂത്തു. ഇപ്പം രണ്ടാമത് തൈ ഉണ്ടായാലും 1.5 വർഷം പിടിക്കുമോ പൂക്കണമെങ്കിൽ? നല്ല വെയിലുള്ളിടത്ത് നല്ല വെയിൽ വേണം. ഇതിന്റെ പേരൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? പേര് ഇതിലുണ്ട്. അത് വേറൊരാളെ യൂട്യൂബിനകത്ത് നോക്കി ഇട്ട് തന്നു. നമുക്ക് അമേരിക്കൻ ലിസാന്ന് ഇട്ടാലോ? അല്ല അമേരിക്കൻ ലില്ലിന്നോ എന്തൊരു പേര് ഇട്ടാലോ? എന്തൊരു പേര് വേണ്ട ഇതിന്? അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഈ പൂ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു പേരെന്താണെന്ന് കണ്ടുപിടിക്കുക. ഇതിൻ്റെ തൈ നമ്മുടെ കൈവശമുണ്ട്. ആർക്കെങ്കിലും അത്യാവശ്യം വേണമെങ്കിൽ തരാവുന്നതാണ്. ഇപ്പോൾ 2-3 തൈയൊക്കെ ഇവിടെ ഉള്ളൂ. ഇനി വേണമെങ്കിൽ കൂടുതൽ തൈ ഇവർ ഉൽപ്പാദിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീട് ഇത് മാത്രമല്ല, ഇലച്ചെടികളും പൂച്ചെടികളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതാണ്. നമ്മുടെ ശരിക്കും കദളിക്കാട് നമ്മുടെ സ്ഥലത്തിന് പറയുന്നത് മണിയന്ത്രം. ഇങ്ങോട്ട് തിരിഞ്ഞ് അധികം ദൂരമൊന്നുമില്ല, ഒരു 10-300 മീറ്റർ വന്നാൽ ഇവിടെ വീട്ടിൽ വരാവുന്നതാണ്. എല്ലാം കൊണ്ട് വളരെ രസകരമായ ഒരു അന്തരീക്ഷമാണ്. ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മണിയന്തര മല കാണാം. പിന്നെ മൊത്തം നല്ലൊരു അന്തരീക്ഷം പെട്ട ഒരു ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെയൊക്കെ ഒരു ചെരുവിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഈ ചെടി, ഈ പൂവൊക്കെ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ.